അഖില, യെസ്. ആരെങ്കിലും പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല. അതെ, കല്യാണം അല്ല, നോക്കുന്നില്ലേ? ഇപ്പൊ താല്പര്യമില്ല. നേരത്തെ നീ പറഞ്ഞ പോലെ ഈ പ്രസവത്തിന്റെ വീഡിയോയും റീൽസും ഒക്കെ എടുക്കണമെങ്കിൽ ഏകദേശം കല്യാണമൊക്കെ നോക്കേണ്ട പ്രായമായി. അതിന് ഇപ്പൊ തന്നെ പ്രസവവും ഇതും വേണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ എല്ലാം മാറി എന്ന് പറയൂല്ലേ? ഡേറ്റ് കല്യാണം മാറി, സ്ത്രീധനം കൊടുക്കില്ല, വാങ്ങില്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഈ പെണ്ണ് കാണൽ ചടങ്ങ് തന്നെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് നടക്കുന്നത്. നേരത്തെ ചില ആളുകളൊക്കെ പറഞ്ഞു ഇനി ആണ് കാണാൻ, അല്ലെങ്കിൽ ആണിന്റെ വീട് പെണ്ണ് പോയി കാണണം. അത് അത്യാവശ്യം, അത് കാണേണ്ട കാര്യം തന്നെ. കാരണം പെണ്ണ് ചിലയിടങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ചില അതും ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാം മറ്റേ ട്രെൻഡിങ് ആയിരിക്കുന്ന സമയത്ത് എന്തേലും ഒരു കാര്യം വന്നത് ട്രെൻഡ് ആകൂലോ. ആ ഒരു സമയത്ത് എല്ലാ ആൾക്കാരും ചെയ്ത് അങ്ങ് പോകണം. വെബ് സീരീസോ റീൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. റിയൽ ലൈഫിൽ അങ്ങനെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇപ്പം റീൽസ് എന്ന് വെച്ചാൽ അത് ഉള്ള കാര്യം തന്നെ അവര് റീലായിട്ട് ഇട്ടെന്നേ ഉള്ളൂ. അല്ല, പക്ഷെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ? വീട്ടിൽ തൊട്ട അയൽപ്പക്കത്തോ സുഹൃത്തുക്കൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ അനുഭവം? അങ്ങനെയില്ല. അപ്പോൾ ഇപ്പോഴും ഈ പെണ്ണ് കാണാതെ തന്നെയാണ്. അതെ, പെണ്ണ് കാണാനാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. പെണ്ണ് ഗ്ലാസും അല്ലെ ചായ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ആ ഒരു സംഭവം. പക്ഷെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പെണ്ണ് ചെറുക്കന്റെ വീട്ടിൽ പോയി ആ വീടും അന്തരീക്ഷവും ചുറ്റുപാടും എല്ലാം കാണുക എന്നുള്ളത്. കാരണം ഇനി ആ ലൈഫ് ലോങ് അവൾ അവിടെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഈ അമ്മമാരൊക്കെ, പെൺമക്കളുള്ള അമ്മമാരൊക്കെ പറയുന്നത് ഇനി വേറെ വീട്ടിൽ പോയി ജീവിക്കണ്ട, എല്ലാം വേഗം പഠിച്ചോ, അല്ലെങ്കിൽ അവിടെ അമ്മായിയമ്മ പോരുണ്ടാവും, അല്ലെ നാത്തും പോരായിരിക്കും എന്നൊക്കെ ഇപ്പോഴും പറയാറുണ്ട്. രാവിലെയൊക്കെ എണീക്കാൻ താമസം, നീ വേറൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നീ എന്ത് ചെയ്യും? അവിടെ രാവിലെ എണീക്കണം, നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കും. അപ്പൊ ഒന്നും അമ്മേനോട് പറയാറ്? ഞാൻ അവരുടെ വീട്ടിൽ സമയത്തല്ലേ, അന്നേരം നോക്കിയാ പോരെ, അങ്ങനെയാണോ പറയാ? ഇല്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. നോർമലി നാളെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഒരു വീട്ടിൽ പോയി, വേറൊരു വീട്ടിൽ പോയി അവിടെ ജീവിക്കുമ്പോഴേ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേ ഇങ്ങനെ നോർമലി തോന്നൂലോ, അമ്മ അന്ന് പറഞ്ഞൊക്കെ കറക്റ്റാണ് എന്ന് തോന്നുമോ? അങ്ങനെ എന്നെ പറയാൻ വന്നാൽ ഞാൻ തിരിച്ചു പ്രതികരിക്കും. പക്ഷെ ഈ പെണ്ണ് കാണാനെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള സംഭവല്ലേ? ഞാനൊരു 20 വീടുകളിൽ ആയിരിക്കാം, എനിക്ക് അറിയത്തില്ല. 20 വീടോ? 20 പെൺകുട്ടികളെ പോയി കണ്ടിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാ. അതെ അതെ, 20 നല്ല, എന്റെ നാട്ടില് ഇപ്പൊ 100 കഴിഞ്ഞ ആളുകളുണ്ട്. ഇപ്പോഴും കല്യാണം നടക്കാത്ത ആളുകളുണ്ട്. അതൊരു രസമാണ്. തിരിച്ചാരും ചേട്ടന്റെ വീട്ടിൽ കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല, നമ്മള് നോർമലി പിന്നെ വീട് നമ്മള് പെണ്ണ് കാണാൻ പോകുന്നു, ഒരേ ദിവസം തന്നെ 5 പെൺകുട്ടികളൊക്കെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പെണ്ണിന്റെ വീട്ടിൽ പെണ്ണ് കാണാനായിട്ട് പോകുമല്ലോ, അപ്പൊ പെണ്ണിന്റെ വീടിന്റെ ചുറ്റുപാടും എല്ലാം അന്വേഷിക്കോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? തിരക്കോ കാര്യങ്ങളോ? അങ്ങനെയൊന്നുമില്ല. നമ്മള് നോർമലി ആദ്യം ചെക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടാന്നുള്ള ആദ്യത്തെ കടമ്പ അതാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നമ്മള് നക്ഷത്രം ചോദിക്കും, അല്ലെങ്കിൽ ജാതകം. അപ്പോഴും ആ ഒരു ടൈം എത്തുമ്പോഴും പെണ്ണിന്റെ ചുറ്റുപാടൊന്നും ചോദിക്കത്തില്ല വീട്ടില്? പിന്നീട് രണ്ടുപേർക്ക് ഇഷ്ടമായെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. ഈ ചുറ്റുപാട് എന്നൊന്നും ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് അയൽവക്കം, അവരുടെ പെണ്ണെങ്ങനെയാണ്, സ്വഭാവം, അങ്ങനെയൊക്കെ, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പെണ്ണിന്റെ വീട്ടുകാരും അല്ലെ അയൽവക്കത്തൊക്കെ ആണുങ്ങള് ആൺകുട്ടികളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ചോദിക്കൂലോ പെൺകുട്ടി എങ്ങനെയുണ്ടെന്ന്. അതുപോലെ ഇപ്പോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ വന്ന് നമ്മുടെ ആൺകുട്ടികളുടെ വീടും. നോർമലി എങ്ങനെയാണെന്നോ, നമ്മുടെ ഒക്കെ നാട്ടിലൊരു പെണ്ണ് കാണാൻ പോകുന്നു, അഡ്രസ്സ് കൊടുക്കും. ഇന്ന സ്ഥലത്ത് ഇന്ന ആളുടെ മകൾ, അവിടെ ഒരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് കൊടുക്കുന്ന ആള് തന്നെ ഈ കുടുംബവുമായി നല്ല അടുപ്പമുള്ള ആളായിരിക്കും. അപ്പൊ നോർമലി നല്ല ഒരു ബന്ധം, അല്ലെങ്കിൽ നല്ലൊരു കുട്ടീനെ, അല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഒളിച്ചോടി തിരിച്ചു വന്നതോ അല്ലെങ്കിൽ വേറെ കല്യാണം കഴിഞ്ഞതോ അങ്ങനെയുള്ള പെൺകൊച്ചുങ്ങളെ അഡ്രസ്സ് എന്തായാലും നോർമലി കൊടുക്കില്ലല്ലോ. കുടുംബമായി വന്നുള്ള ആളെ മുഖേനയാണല്ലോ ഈ കല്യാണാലോചന വരുന്നത്. പക്ഷെ ആദ്യം പോയിട്ട് പെണ്ണിനും ചെക്കനും ഇഷ്ടമായതിനു ശേഷം ബാക്കി അഖില പറഞ്ഞതുപോലെ ആ കുടുംബത്തെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക, ചെക്കനെ കുറിച്ച് പെണ്ണിന്റെ വീട്ടുകാർ കൂടുതൽ അന്വേഷിക്കുക എന്നൊക്കെ അങ്ങനെയാണ്. അപ്പൊ ആ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും കല്യാണം നടക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ആ സിസ്റ്റത്തിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആരംഭിച്ചിട്ടില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ചിലപ്പോ അറിയാതെ പോകുന്നതായിരിക്കാം. ഈ പറഞ്ഞ പോലെ ചെക്കന്റെ വീട് കാണുന്നതൊക്കെ പിന്നീട് എനിക്ക് തോന്നുന്ന ഒരു 3ാം ഘട്ടം ആയിരിക്കും. ഓരോ ഘട്ടം ഉണ്ടല്ലോ കല്യാണത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്. ആദ്യം പെണ്ണ് കാണുന്നു, പെണ്ണിന് ഇഷ്ടമാകുന്നു, പിന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ഈ കല്യാണം ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ധാരണയാവുന്നു. പിന്നീടാണ് ഈ പെണ്ണിന്റെ പക്ഷെ അപ്പോഴും പെൺകുട്ടിയെ ആൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതൊക്കെ പിന്നീട് ആ ധാരണ ആയതിനു ശേഷമേ
പെൺകുട്ടി അല്ല ഞാൻ ചോദിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ അങ്ങനെ? പെണ്ണ് വരുന്നില്ല. അതാ ഞാൻ ചോദിക്കുന്നത്. പെണ്ണ് വരുന്നില്ലല്ലോ, അതാ ഞാൻ ചോദിക്കുന്നത്. പെണ്ണ് വരുന്നത് കല്യാണത്തിനാണ്. അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പെൺകുട്ടിയല്ലേ ആദ്യമേ അവിടുത്തെ ചുറ്റുപാടും വീടും അമ്മായിയമ്മേനെ കാണേണ്ടത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം അറിയല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷമേ എന്താ പറയാ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെയാണ് ആചാരം, പണ്ടേ ഉള്ള സിസ്റ്റം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പെൺകുട്ടി വരാത്തത്. ശരിക്കേ പെൺകുട്ടിക്ക് മുമ്പ് വന്ന് അവിടെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ മറ്റോ ഇതിലൊക്കെ വേറൊരു വിഷയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ചോക്കോ വാവനെ ശിവൻകുട്ടി വിദ്യാലയത്തിലേക്ക് ക്ഷണിച്ചു, ഏത് ഉച്ചഭക്ഷണത്തിന്റെ ആ ദിവസം എന്തായാലും നല്ല ഭക്ഷണമായിരിക്കും. അതേപോലെ ആവും ഈ പെൺകുട്ടി വരുന്ന ദിവസം അമ്മായി അമ്മയും നാത്തൂനും ബന്ധുക്കളൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും. സ്വന്തം വീട് പോലെ. അതെ, അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് അവിടുത്തെ അവസ്ഥ അറിയാം. അതേപോലെയാണ് ഉച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ നോർമലി കൊടുക്കുന്ന ഭക്ഷണം എന്താണെന്ന് കുഞ്ചോക്കോ വാവൻ വരുന്ന ദിവസം വിളമ്പില്ലാലോ. അതേപോലെയുള്ളൂ. അത് പിന്നീട് ഈ പെണ്ണിന്റെ ഭാഗ്യം പോലെ. പക്ഷെ നമ്മൾ പെൺ വീട്ടുകാരെ അല്ലെങ്കിൽ ആണിന്റെ വീട്ടുകാരെ മാത്രം കുറ്റം പറയാൻ സാധിക്കില്ല. പെണ്ണിന്റെ സ്വഭാവം എന്താണെന്ന് അറിയില്ല. എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ വന്ന് തിരക്കേണ്ടതും ഇത് രണ്ടു കൂട്ടരുടെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ തുടങ്ങിയത് പെണ്ണ് കാണലാണ്. ആ പെണ്ണ് കാണൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആ പെണ്ണ് കാണൽ ആണ് കാണൽ അല്ലെങ്കിൽ ആണിന്റെ വീട് കാണലേക്ക് മാറണം. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കണം എല്ലാ കാര്യങ്ങളും. നേരത്തെ പറഞ്ഞ പോലെ പ്രസവം പോലും ലൈവായിട്ട് കാണിക്കുന്നതിലേക്ക് നമ്മുടെ നാടെത്തി. അപ്പൊ പിന്നെ പെണ്ണ് ജീവിക്കേണ്ട വീട് പെണ്ണ് ആദ്യം പോയി കാണട്ടെ. ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കാര്യം പെൺകുട്ടികളും അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ വീടും പരിസരവും ചുറ്റുപാടും എല്ലാം കണ്ടിട്ട് വേണം കല്യാണം കഴിക്കാൻ.